വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല പൂക്കോട് ക്യാമ്പസിലെ 2ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരണാസന്നനാകുന്നതുവരെ കോളേജിന്റെ നടുത്തളത്തിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്നത് കൈകെട്ടി നോക്കി നിന്ന സഹപാഠികളുടെ നിസ്സംഗത ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. യുവാക്കളെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ യുവം പരിപാടി ഗംഭീരമായി ആചരിക്കുമ്പോഴാണ് വയനാട്ടിലെ യുവാക്കൾ തങ്ങളുടെ സഹപാഠിയെ എന്തിന്റെ പേരിലായാലും തല്ലിക്കൊല്ലുന്നതിന് മൂകസാക്ഷികളായത്. സാധാരണ എന്തും ഏതും ഇൻസ്റ്റയിലും യൂട്യൂബിലും അതിവേഗമിട്ട് ഹിറ്റുകൾ കൂട്ടുന്നതിൽ മത്സരിക്കുന്ന കുട്ടികൾക്ക് പൂക്കോട് ക്യാമ്പസിൽ എന്താണ് പറ്റിയത് എന്ന് കേരളം ആശങ്കയോടെ ചോദിക്കുകയാണ്. നമ്മുടെ യുവാക്കൾക്ക് എന്തു പറ്റി? സുരേഷ് കുറുപ്പും പി രാജീവും ആഞ്ചലോസും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ നേതൃനിരയിലേക്ക് ഉയർന്നു വന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് എന്തു പറ്റി? ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും സർക്കാരിന്റെ സുപ്രധാനമായ നയങ്ങളും നിയമങ്ങളും പോലും ശക്തി കൊണ്ട് തിരുത്തിച്ച വിദ്യാർത്ഥി സംഘടനകളുടെ വാശിയും വീര്യവും വഴിതെറ്റിയത് എവിടെയാണ്? 18 പ്രതികളും സ്വന്തം അണികളാണെന്ന തിരിച്ചറിവിൽ സമൂഹത്തിന് മുന്നിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന SFI സംഭവത്തെ പറ്റി ഒന്നും പറയാൻ കഴിയാതെ പതറുന്നതാണ് കാണുന്നത്. ചാനൽ ചർച്ചകളിൽ പറയുന്നതെല്ലാം സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന്റെ ന്യായീകരണമായി പോകുന്നു. സമീപകാലത്തെന്നും SFI ഇത്ര പ്രതിരോധത്തിലായി കണ്ടിട്ടില്ല. SFIയുടെ കോട്ടയിലേക്ക് സ്വാഗതം എന്ന് അഹങ്കാരത്തോടെ കമാനമുയർത്തിയ ക്യാമ്പസുകൾക്ക് മുന്നിൽ സിദ്ധാർത്ഥനെ കൊന്നത് SFI ആണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞ് KSU അവസരം മുതലെടുക്കുകയാണ്. എന്നിട്ടും ഒന്നും ചെയ്യാനാവാതെ ഇരിക്കുന്നത് ആ സംഘടനയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത പ്രതിസന്ധിയാണ്. സിദ്ധാർത്ഥന്റെ സംസ്കാര ചടങ്ങിന് സഹപാഠികളായ ഏതാനും വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. അവർ പുത്രവിയോഗ ദുഃഖത്തിൽ തനിച്ചിരിക്കുകയായിരുന്ന ജയപ്രകാശിന്റെ അടുത്തെത്തി കെട്ടിപ്പിടിച്ച് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞത്രേ. കോളേജിൽ നടന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ തല വെട്ടിക്കളയും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് കുട്ടികൾ പറഞ്ഞത്. ആരാണ് അങ്ങനെ പറഞ്ഞതെന്ന് കുട്ടികൾ പറഞ്ഞിട്ടില്ല. SFIയും ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ആൾക്കൂട്ട വിചാരണയുടെ പിന്നിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത് ക്യാമ്പസ് ഫ്രണ്ട് ആണെന്നാണ് പറയുന്നത്. SFIയിൽ നുഴഞ്ഞു കയറിയ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ താലിബാൻ മാതൃകയിൽ സിദ്ധാർത്ഥനെ തല്ലിക്കൊല്ലുകയായിരുന്നു എന്ന് കലാകൗമുദി ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തെ ഞെട്ടിച്ച അഭിമന്യു കൊലക്കേസ്, ജോസഫ് മാഷുടെ കൈവെട്ട് കേസ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയുടെ പുറത്ത് SFI എന്ന് ചാപ്പകുത്തിയ കേസ് തുടങ്ങി ഇങ്ങനെയുള്ള പ്രാകൃതമായ സംഭവങ്ങൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. കേരളം ഇസ്ലാമിക ഭീകരതയുടെ താവളമാണെന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പും അവഗണിച്ചു. SFI ജിഹാദികളുടെ പിടിയിലായെന്നും താലിബാൻ മാതൃകയിലാണ് കൊലപാതകം നടത്തിയതെന്നും ആരോപണം ഉയർന്നിട്ടും പക്ഷേ ആരും പ്രതികരിക്കുന്നില്ല. SFI പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ടാണ് അക്രമം നടത്തിയതെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രസ്താവന കേസ് അന്വേഷണത്തിന് NIA എത്തുമെന്ന സൂചന നൽകുന്നുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഭീകരാന്തരീക്ഷമാണ് ഉള്ളതെന്ന് പലരും പറയുന്നുണ്ട്. ഗവൺമെന്റ് ഹോസ്റ്റലുകളിൽ കഞ്ചാവും ലഹരി മരുന്നുകളും അനാശാസ്യവും എല്ലാ അതിർവരമ്പുകളും വിട്ട് കൊടികുത്തി വാഴുകയാണെന്ന് പരസ്യമായ രഹസ്യമാണ്. ക്യാമ്പസുകളിലെ പല SFI നേതാക്കളും ലഹരി കടത്തുകാരാണെന്ന് രാഹുൽ മാങ്കൂട്ടം ആരോപിച്ചതിനും മറുപടി ഉണ്ടായിട്ടില്ല. കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ട അധ്യാപക സംഘടനകൾ SFIയുടെ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നും രാഹുൽ പറയുന്നു. തങ്ങളുടെ ഒരു സഹപാഠിയെ തല്ലിക്കൊല്ലുന്നത് മിണ്ടാതെ നോക്കി നിന്ന 130 സഹപാഠികളുടെ മൗനം ദുരൂഹമാണ്. വടക്കേ ഇന്ത്യക്കാരായ ഏതാനും കുട്ടികൾ UGCക്ക് ഇമെയിൽ സന്ദേശം അയച്ചതുകൊണ്ട് മാത്രമാണ് ക്രൂരമായ റാഗിംഗ് വിവരം പുറം ലോകം അറിഞ്ഞത്. സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടതിനു ശേഷം പോലും കോളേജിലെ ഭീകരാന്തരീക്ഷത്തെ പറ്റി സംസാരിക്കാൻ അവരിൽ ഒരാൾ പോലും ധൈര്യപ്പെട്ടിട്ടില്ല. 130 ശവദേഹങ്ങൾ എന്നാണ് ആ കുട്ടികളെ രാഹുൽ മാങ്കൂട്ടം വിശേഷിപ്പിച്ചത്. വിവരം പുറത്തു പറഞ്ഞാൽ തലവെട്ടുമെന്ന് പറഞ്ഞ് കുട്ടികളെ പേടിപ്പിച്ചത് ആരാണ്? പൂർണ്ണനഗ്നമായി ചോരയൊലിച്ചു കിടന്ന ശരീരത്തിന് കുറുകെ കസേരയിട്ട് അതിൽ കയറി ഇരുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ ജീവനിലുള്ള കൊതി കൊണ്ട് പേടിച്ചേരേണ്ട 130 കുട്ടികളുടെ മൗനത്തെക്കാൾ ഭീകരമല്ലേ ക്യാമ്പസിന് പുറത്ത് 3.5 കോടി ജനങ്ങൾ പുലർത്തുന്ന മൗനവും നിസ്സംഗതയും?